കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ലൈഫിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് AOയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എഴുതാനായിട്ട് ഏതെങ്കിലും കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പല ഇൻസ്റ്റൻസസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരു കുറച്ച് നാൾ മുമ്പ് തന്നെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അപ്പം ഇനിഷ്യൽ ഡിസ്കഷനിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരാദ്യം ഈക്വൽ ഷെയർ ഹോൾഡിംഗ് ഭാര്യയ്ക്കും ഭർത്താവിനും വേണം എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ആ ഹസ്ബൻഡ് എന്നെ ഫോൺ ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്നുള്ളത്, ഇപ്പം ഞങ്ങൾ മാരീഡ് ആണെങ്കിലും ഇൻ കേസ് ഈ നാളെ ഒരു കോൺഫ്ലിക്റ്റ് വന്നാലും എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്. അപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു 50-50% വെക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടത്തില്ല. അത് എന്തും ഒരു ഡെഡ് ലോക്കിലേ വരത്തുള്ളൂ. ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫുമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് സംസാരിച്ച് നിങ്ങൾക്കൊരു മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് വെക്കുന്ന രീതിയിൽ, അതായത് മോർ ദാൻ 75% കൂടുതൽ നിങ്ങൾക്ക് ഷെയർ ഹോൾഡിംഗ് വരുന്ന രീതിയിൽ കമ്പനി ഫോം ചെയ്യാം. ഇത് പക്ഷെ മറ്റേ ആളുടെ അടുത്ത്, നിങ്ങളുടെ പാർട്ണറുടെ അടുത്തും ട്രാൻസ്പെറന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇതിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാവിയിൽ കോൺഫ്ലിക്റ്റ് വരും, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസേൺ മനസ്സിൽ വെച്ച് നടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കമ്പനിയിൽ, ഇപ്പൊ ഈ പറഞ്ഞ കമ്പനിയിൽ 2 ഡയറക്ടേഴ്സേ ഉള്ളൂ. ഇപ്പം 2 പേര് തമ്മിൽ ഒരു അടിയായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും സൈൻ ചെയ്യാൻ മിനിമം 2 ഡയറക്ടേഴ്സ് വേണം. അവിടെയും ഒരു ഡെഡ് ലോക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആദ്യമേ ഒരു 3 ഡയറക്ടേഴ്സ് വെച്ച് കമ്പനി ഫോം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ ഓർത്തെടുക്കാനുള്ള കാരണം എന്നുള്ളത്, മൾട്ടിപ്പിൾ ആൾക്കാർ പല കുറുക്കു വഴികളിലൂടെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്.